അപ്പോൾ വീണ്ടും മറ്റൊരു വാലന്റൈൻസ് ഡേ വന്നിരിക്കുകയാണ്. സോ ഒരു വാലന്റൈൻസ് ഡേ എപ്പിസോഡ്, സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. സോ എന്താണ് ഈ വീഡിയോ പറ്റി എന്നുള്ള പറഞ്ഞില്ല, കാരണം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ തന്നെ നിങ്ങൾ കണ്ടു കാണും. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് വേഗം പോകാം. പോകുന്നതിന് മുമ്പ് വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഒരു ലവ് സ്റ്റോറി കണ്ടുപിടിക്കാൻ പറ്റും. സോ അതുപോലെ നമ്മൾ ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ലവ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നത്തേക്ക് നമ്മൾ നോക്കുന്നത് വിരാട് കോഹ്ലിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ടായ കവർ ഡ്രൈവ് ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലവ് സ്റ്റോറി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് അവർ ഏറ്റവും ഭയങ്കര ട്രസ്റ്റ് ഉണ്ടാകും, ഭയങ്കര ഇതൊക്കെ ആയിരിക്കും അവരോട്. നമ്മളെല്ലാ കാര്യത്തിനും സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞോട്ടെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ വിരാട് കോഹ്ലി ഏറ്റവും കൂടുതൽ ഷോട്ട് അടിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തിട്ടുള്ളതും കവർ ഡ്രൈവിലൂടെയാണ്. സോ നമുക്ക് വിരാട് കോഹ്ലിയുടെ ആ ഒരു ലവ് സ്റ്റോറി, ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി എങ്ങനെ ഒരു ട്രാജിക് ആയിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് നമുക്ക് തുടങ്ങുന്ന മുമ്പ് ആദ്യം വിരാട് കോഹ്ലിയുടെ റൈസ്, ഹൗ ഹി പ്ലേഡ് ദ ഡ്രൈവ്. തിരിഞ്ഞു പോയില്ലേ കവർ. അപ്പോൾ നോക്കാം പുള്ളിക്കാരൻ്റെ തുടക്കത്തിൽ തന്നെ പുള്ളിക്കാരനെ എങ്ങനെ പുള്ളിക്കാരൻ്റെ കവർ ഡ്രൈവ് പെർഫെക്റ്റ് ആക്കി എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് വിരാട് കോഹ്ലിയുടെ ഡെബ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ വിരാട് കോഹ്ലി തന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ രണ്ട് കാരണത്തിലാണ് നമ്മൾ വിരാട് കോഹ്ലി കൂടുതൽ അറിഞ്ഞിരുന്നത്. ഒന്ന് വിരാട് കോഹ്ലിയുടെ അഗ്രഷൻ, രണ്ട് വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ്. അത് മോശമായിരുന്നു, എന്നാലും ഞാൻ ഭംഗിക്ക് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. സോ വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ്. സോ നമുക്ക് വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ് നോക്കുകയാണെങ്കിൽ തന്നെ പുള്ളിക്കാരൻ ആദ്യത്തെ കുറച്ച് കളിയിൽ പുള്ളിക്കാരൻ പെർഫെക്റ്റ് അല്ലെങ്കിലും പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് കളിച്ചിരുന്നു. കാരണം ആ സമയത്തൊക്കെ കവർ ഡ്രൈവ് കളിക്കാൻ ആൾക്കാർ ഭയപ്പെട്ടിരുന്നു. കാരണം ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ അവസ്ഥ അറിയാം, ഇങ്ങനെ അടിച്ച് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്, എഡ്ജ് കെട്ടി. സോ ആ ഒരു എഡ്ജ് വരണ്ടെന്ന് കരുതി പലപ്പോഴും പല കളിക്കാരും കളിക്കുന്ന ഷോട്ടാണ് വിരാട് കോഹ്ലി ധൈര്യപൂർവ്വം അത് കളിച്ചത്. തുടക്കത്തിൽ തന്നെ ഒരുപാട് പെർഫെക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ കൂടി 2014 എസ്പെഷ്യലി 2014 എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വിരാട് കോഹ്ലിയുടെ ഡ്രൈവ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കളിക്കുമ്പോൾ തന്നെ ഹൈ എൽബോ, ഇവിടെ കൃത്യ ബോഡി ആണെങ്കിൽ തന്നെ അല്ലെ സ്ട്രൈറ്റ് ആയിരിക്കും, ഇതിലെ കൃത്യ പൊസിഷനിലാണ്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, പുള്ളിക്കാരന് പെർഫെക്റ്റ്ലി അത് ടൈം ചെയ്യാനും നല്ല വൃത്തിയായിട്ട് സ്കോർ ചെയ്യാനും പറ്റി. സോ വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ് വെച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ വെറുതെ റൺ സ്കോർ ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ ആ ഡ്രൈവ് ഡോമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇറ്റ് വാസ് നോട്ട് എ ഷോട്ട്, ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രം വിരാട് കോഹ്ലി. Wonderful team cricket from the Australians. Yeah, that's wonderful team cricket, and this is a perfect delivery for Virat Kohli. Fourth fist stump getting. 2020 ശേഷം, അതായത് കോവിഡിന് ശേഷമൊക്കെ കോഹ്ലിയുടെ ആ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്തിനെ ബോളേഴ്സ് ഒന്ന് വീക്ക്നെസ് ആക്കി എടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിൻ്റെ ലൈൻ ആൻഡ് ലെങ്ത് ഒക്കെ ബാക്ക്വേർഡ് ആക്കി കുറച്ച് ബോൾ എക്സ്ട്രാ കുറച്ച് മൂവ്മെന്റ് ഇട്ട് കോഹ്ലിയെ കൊണ്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങി കളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യിപ്പിച്ചു തുടങ്ങി. കോഹ്ലി അതിനങ്ങോട്ട് വഴങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. കോഹ്ലി ഇറങ്ങി ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ, ഈവൻ 5th സ്റ്റമ്പിലോട്ട് വരെ ഇറങ്ങി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. വിത്ത് ആ ഒരു എക്സ്ട്രാ മൂവ്മെന്റ് കാരണം മിക്കപ്പോഴും കോഹ്ലി അതിൻ്റെ എഡ്ജ് എടുക്കാനാണ് തുടങ്ങിയത്. കവർ ഡ്രൈവിന് പകരം ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഔട്ട്സൈഡ് എഡ്ജ് കൊണ്ട് കോഹ്ലി മിക്കപ്പോഴും ഔട്ടാവാൻ തുടങ്ങി. അങ്ങനെ അതിനുള്ള എൻഡ് റിസൾട്ട് കിട്ടിയത് ഒരു സീരീസ് ഓഫ് ഹാർട്ട് ബ്രേക്സ്. കോഹ്ലിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് കോഹ്ലിയുടെ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ആയി. ചിരി വന്നിരിക്ക് തിരിഞ്ഞു നോക്കിയപ്പോ സ്ലോ മോഷൻ കളിക്കണം. ഞാൻ ഇവിടെ ഫുൾ ടൈം ആയിട്ട് കളിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ സ്ലോ മോഷൻ. So what exactly changed? Vanda sutta setta repeat. Vanda sutta setta repeat. Vanda sutta setta repeat. Vanda sutta setta repeat. இன்னைக்கு வருவான் சுடுவான் சாவான் ரிப்பீட். முடியல தலைவரே. എന്താ പറ്റിയത് കോഹ്ലിക്ക്? മാസ്റ്റർ ഓഫ് കവർ ഡ്രൈവ്സ് ഇപ്പൊ സ്ട്രഗിൾ ചെയ്യാനായിട്ട്. സോ ഇതിന്റെ കീ ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ ഫുട് വർക്കും ഡിസിഷൻ മേക്കിങ്ങും ആണ്. പുള്ളി കൂടുതൽ ആ ഒരു ട്രാപ്പിലേക്ക് പോകാനുള്ള ടെംപ്റ്റേറ്റീവ് ആവുകയാണ് കൂടുതലായിട്ട് ഇറങ്ങി ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോളിനെ തേടി പിടിച്ചടിക്കാൻ നോക്കുക. പുള്ളിയുടെ ഡിസിഷൻസ് അവിടെ കംപ്ലീറ്റ്ലി പാളിപ്പോവുക. പുള്ളി ഹാഫ് ഹാർട്ടഡ് ആവുക. അത് അടിക്കണോ വേണ്ടേ, പുള്ളിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. അവിടെ എത്തി അടിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് തന്നെ ഡൗട്ട് ആകും. അതുപോലെ തന്നെ ബോളേഴ്സിന്റെ ആ ഒരു ടാക്ടിക്സ്, പുള്ളിയുടെ ആ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്തിനെ പുള്ളിയുടെ ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ആക്കി മാറ്റിയത്, പുള്ളിയെ കൊണ്ട് ആ ഒരു ബോൾ
ഇറങ്ങി കളിപ്പിക്കുക, ആ ഒരു 5th സ്റ്റെമ്പിലേക്ക് കളിപ്പിക്കുക. പുള്ളിയെ കൊണ്ട് ആ ഒരു തെറ്റ് ചെയ്യിക്കാൻ ബോളേഴ്സ് നല്ലപോലെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. ആ ഒരു മിസ്റ്റേക്ക് എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് ഉണ്ടാകുന്ന ആ ഒരു ലാക്ക് ഓഫ് പേഷ്യൻസ്. ആ ഒരു പേഷ്യൻസ് ഇല്ലായ്മ കാരണം പുള്ളി ഒരു 4 ബോൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ആ ഒരു 5ാമത്തെ ബോൾ അടിച്ചേ പറ്റൂ എന്നുള്ള രീതിക്ക് ആ ഒരു ടെംപ്റ്റേഷൻ അത് ആണ് ബോളേഴ്സ് കൂടുതൽ യൂസ് ചെയ്തത്. അതിൽ ഒരുപാട് വട്ടം കോഹ്ലി വീണുപോയി. അത് നമുക്ക് നല്ല വിഷമമുണ്ട്. ഒരു ടൈമിങ് പണ്ടാരം. അങ്ങനെ നോക്കുമ്പോൾ പുള്ളിയുടെ ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഷോട്ട് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം, പുള്ളിയുടെ ആ ഒരു സ്ട്രെങ്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കോഹ്ലിയുടെ ലവ് സ്റ്റോറി ഒരു ട്രാജിക് എൻഡിലോട്ടാണ് പോകുന്നത്. അല്ല, സിനിമയിൽ ഷാരൂഖ് ഖാൻ പറഞ്ഞു പോലെ अगर किसी चीज को दिल से चाहो तो पूरी कायनात उसे तुमसे मिलाने की कोशिश में लग जाए. ഡയലോഗിൽ പറയുന്നത് ഷാരൂഖ് ഖാൻ പറഞ്ഞ ഇത്ര ഡയലോഗ് സിനിമയെ പോലെ തന്നെ എല്ലാ കാര്യം നമ്മുടെ ജീവിതവും ഹാപ്പി എൻഡിലായിരിക്കും നടക്കുന്നത്. അഥവാ ഹാപ്പി ആയി എൻഡ് ചെയ്തില്ലെങ്കിൽ അതൊരിക്കലും ഒരു എൻഡ് അല്ല. പിക്ചർ അബീബി ബാക്കി ഹേ മേരെ ദോസ്ത് എന്നാണ് ഷാരൂഖ് ഖാൻ പറഞ്ഞു നിർത്തിയത്. हमारी फिल्मों की तरह हमारी जिंदगी में भी एंड में सब ठीक हो जाता है. हैप्पीज एंडिंग्स. और अगर ठीक ना हो तो वो दी एंड नहीं है दोस्तों. पिक्चर अभी बाकी. അതുപോലെ തന്നെ നമുക്ക് കോഹ്ലിയുടെ കാര്യത്തിലും കുറച്ചുകൂടി വിശ്വസിക്കാം. കാരണം അത് ഒരിക്കലും ഒരു ഫെയിൽ ലവ് സ്റ്റോറി ആയിരിക്കത്തില്ല, അത് സക്സസ് ആയിരിക്കുന്നുള്ളത്. കഴിഞ്ഞ 3ാമത്തെ ഓടിയെ തന്നെ നമ്മൾ കണ്ടു കോഹ്ലി ഒരു ഹാഫ് സെഞ്ചുറി എടുത്തിരുന്നു. ആ ഒരു അതിമനോഹരമായ അടിപൊളി കവർ ഡ്രൈവ് പുള്ളി അടിച്ചിട്ടുണ്ട്. സോ സ്റ്റിൽ ഹോപ്സ് ദെയർ, പുള്ളിക്കാരൻ തീർച്ചയായിട്ടും തിരിച്ചു വരാൻ പറ്റും. സോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എനിക്കറിയാം, ഞാൻ പുള്ളിക്കാരൻ പറയാൻ ഞാൻ ആരുമല്ല. എനിക്ക് മര്യാദയ്ക്ക് പുള്ളിക്കാരൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഞാൻ കവർ ഡ്രൈവ് അടിച്ചത്. അത് കവർ ഡ്രൈവാണ്, ഞാൻ താഴെ എഴുതി കാണിച്ചാലേ മനസ്സിലാവും കവർ ഡ്രൈവ് ആണെന്നുള്ളത്. സോ എന്തുകൊണ്ട് ഞാൻ പറയുന്നു അത് എനിക്കും അറിയില്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ വീട്ടിൽ അങ്ങനെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ ഇത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞു 2014 പുള്ളിക്കാരൻ ഇതേ ഇഷ്യൂ വന്നിരുന്നു. സോ പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രശ്നം വന്നത് പുള്ളിക്കാരൻ ഫുട് വർക്കായിരുന്നു. സോ പുള്ളിക്കാരൻ ബോൾ വരുമ്പോഴും പുള്ളിക്കാരൻ്റെ ബോൾ വരുമ്പോഴും പുള്ളിക്കാരൻ എന്ത് ചെയ്യില്ല, ഈ ഫൂട്ട് അധികം അനക്കാറില്ല, സ്റ്റില്ലായിരിക്കും, കൃത്യം ലൈൻ ലെങ്ത്. ഇപ്പം ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെയാണ് പുള്ളിക്കാരൻ അന്ന് നിന്നിരുന്നത്. ഞാൻ കളിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. പുള്ളിക്കാരൻ കളിക്കാൻ അറിയാമായിരുന്നു എന്നിട്ടും. പക്ഷെ പുള്ളിക്കാരൻ അതിനുശേഷം എന്ത് ചെയ്തു, ബോള് കുറച്ച് റീച്ച് ചെയ്യാൻ വേണ്ടി ഫൂട്ട് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് വരാൻ തുടങ്ങി. സോ ആ ഒരു ഫൂട്ട് വർക്ക് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ പുള്ളിക്കാരന് വെക്കാൻ സാധിക്കുകയും സോ അതോടുകൂടി തന്നെ ആ ഒരു ലൈനിൽ പുള്ളിക്കാരന് കളിക്കാനും പറ്റി. പക്ഷേ ഇപ്പോഴത്തെ കളി നോക്കിയാൽ കാണാം പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബോൾ പുള്ളിക്കാരൻ ഭയങ്കര റീച്ച് ചെയ്ത ബോൾ, നേരത്തെ അഖിലേഷ് പറഞ്ഞ പുള്ളിക്കാരൻ നല്ല റീച്ച് ചെയ്യുന്നുണ്ട്. സോ അതൊരു പുള്ളിക്കാരൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന ഷോട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കളിക്കുന്നത്. സോ ഒരു ബേസിക് മിസ്റ്റേക്കാണ് പുള്ളി. പക്ഷേ വിരാട് കോഹ്ലി ചെയ്തൊരു കാര്യം പുള്ളിക്കാരൻ വീണ്ടും റിഫൈൻ ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരൻ്റെ ഫുട് വർക്കാണെങ്കിൽ ശരി കുറച്ചുകൂടി ക്ലോസ് ആവാൻ തുടങ്ങി പുള്ളിക്കാരൻ. സോ സ്റ്റിൽ പ്രശ്നം ഇത് തന്നെയാണ്, പുള്ളിക്കാരൻ ടെംപ്റ്റേഷൻ. അപ്പോൾ പുള്ളിക്കാരൻ നോക്കാം എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ചെയ്യണമെന്നല്ല, ജസ്റ്റ് സജഷൻസ് ആണ്. ബേസിക്കലി നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ അത്ലറ്റിയാണ് കോഹ്ലി. നമുക്ക് പറയാൻ ആളെ അല്ല, പക്ഷെ കാണുമ്പോൾ വിഷമമുള്ളതുകൊണ്ട് മാത്രം പറയുന്നത് മാക്സിമം ലീവ് ചെയ്യാൻ നോക്കാം. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ഡിറ്റർമിനേഷൻ ഉണ്ട്. കാരണം നേരത്തെ കുറച്ച് മുമ്പ് അഖിലേഷ് പറഞ്ഞിരുന്നു ആ ഷോട്ട് വീക്ക്നെസ്സിൽ പോലും പുള്ളിക്കാരൻ ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു വിൽ പവർ പുള്ളിക്കാരനുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ വീണ്ടും വീണ്ടും കളിക്കുന്നത്. സോ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യുക, ആ ഷോട്ട് കളിക്കാതിരിക്കുക എന്നുള്ളതല്ല, വീണ്ടും വീണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് നടന്നില്ലേ പിന്നെ ആർക്കും കൊണ്ട് നടക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥ. ആ ഒരു ഇപ്പോൾ കവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയാണ്, വേറെ ആർക്കും പുള്ളിക്കാരനെ പോലെ കളിക്കാൻ പറ്റില്ല. സ്ട്രൈറ്റ് ഡ്രൈവ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പോലെ വിരാട് കോഹ്ലിക്ക് പറഞ്ഞുള്ളതാണ് കവർ ഡ്രൈവ്. കവർ ഡ്രൈവിന് പര്യായപ്പെടുന്നത് വിരാട് കോഹ്ലിയാണ്. സോ മാക്സിമം ചെയ്യേണ്ടത് എന്താണ്, ആദ്യം കുറച്ച് ബോൾ ലീവ് ചെയ്യുക. സ്റ്റെമ്മിന് പുറത്ത് വരുന്ന ബോൾ മാക്സിമം ലീവ് ചെയ്യാൻ നോക്കുക. ബാറ്റ് വെറുതെ ഡിഫെൻഡ് ചെയ്യാനും നോക്കണ്ട, ഡ്രൈവ് ചെയ്യാനും നോക്കണ്ട, ഒന്നും ചെയ്യേണ്ട. പിന്നെ ചെയ്യേണ്ടത് നമ്മളൊരിക്കൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പറഞ്ഞതുപോലെ കട്ട് ചെയ്യാൻ നോക്കുക കുറച്ച്. ഇതിനേക്കാളും വളരെ നല്ലതായിരിക്കും ഈ ഒരു എഫക്റ്റീവ് സാധനം വരുന്നത്. കാരണം ഇതിൽ വരുമ്പോൾ പുള്ളിക്കാരൻ്റെ ഇത് കുറച്ചുകൂടി ഏരിയ കവറാവാൻ ചെയ്യും. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഫൂട്ടിന് വരും, ബാക്ക് ഫൂട്ട് ആയിരിക്കും കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. ഇത് ഫൂട്ട് കളിക്കുമ്പോൾ ബാക്ക് ഫൂട്ട് ആയിരിക്കും കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അതാണ്, വിരാട് കോഹ്ലി കുറച്ചൊരു ബാക്ക് ഫൂട്ട് കളിക്കാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞ തന്നെ ബോഡിക്ക് അടുത്ത് വരുന്നത് ഒരുപാട്
റീച്ച് ചെയ്യാതെ ബോഡിക്ക് ക്ലോസ് ആവുന്നുള്ള ബോൾ മാത്രം തെരഞ്ഞു പിടിച്ച് കളിക്കാൻ നോക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയാൻ നമ്മൾ ആരുമല്ല, ഞങ്ങളാകെ ടെന്നീസ് ബോളിലും ഇതിലും കളിച്ച് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അത് 10-15 വർഷം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, 1 പിച്ച് ഔട്ടൊക്കെ കളിച്ച് പ്രാക്ടീസ് ഉള്ളേ. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഈ ഒരു ലവ് സ്റ്റോറി ഒരിക്കലും ഒരു ബ്രേക്കപ്പ് പോലെ ആവരുത്. അതായത് വിരാട് കോഹ്ലി ഒരു ഷോട്ട് കളിച്ച് കളിയിൽ നിന്ന് പുറത്താവരുത്, ഐ മീൻ വിരമിക്കരുത് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വാലന്റൈൻസ് സ്പെഷ്യൽ വീഡിയോ. അദ്ദേഹം പുള്ളിയുടെ ബിഗസ്റ്റ് സ്ട്രെങ്തിനെ തിരിച്ച് കംബാക്ക് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ള അഭിപ്രായം കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റിയും കമൻറ്റ് കൂടി ഇട്ടേക്ക്. ബൈ.